എത്ര സിനിമയിലെ വില്ലന്മാരെ നമ്മൾ ഓർത്തു വെക്കുന്നുണ്ട്? മലയാള സിനിമയിൽ എത്ര വില്ലന്മാരെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഓർമ്മ വരും? ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്ത ഷോർട്ട് ഫിലിമോ അതിൽ വില്ലന്മാരെ പ്രേക്ഷകർ മനസ്സിൽ എന്നും കൊണ്ട് നടക്കുന്നുണ്ടോ? പല വില്ലന്മാരും വെറുതെ ചിരിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഞെട്ടിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഡീകോഡിംഗ് ട്രെയിലറിന്റെ 4ാമത്തെ എപ്പിസോഡാണിത്. ഓക്കെ, ഈ ഒരു ട്രെയിലറിൽ ഏറ്റവും അവസാനം പറയുന്ന ഒരു രംഗമുണ്ട്. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനാ കൊല്ലുമ്പോഴെന്നറിയോ? ഈ ഒരു ഒറ്റ ഡയലോഗ് കൊണ്ട് തന്നെ ഈ കഥാപാത്രം എത്രത്തോളം ഡേഞ്ചറസ് ആണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു ഡയലോഗ് നമ്മുടെ സിനിമയോടുള്ള താല്പര്യം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതായത് വില്ലൻ ഒരു ഫിലോസഫി കൊടുക്കുക, അയാൾ ആ ഒരു തിന്മയെ ന്യായീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് പ്രേക്ഷകർക്ക് വല്ലാതെ അങ്ങോട്ടേക്ക് മനസ്സിലേക്ക് കുത്തിക്കയറും. അപ്പൊ നിങ്ങളത് സ്ക്രിപ്റ്റിൽ എഴുതുക, ഗംഭീരമായിട്ടുള്ള ഒരു ഡയറക്ടർ ആണെങ്കിൽ അയാൾ അത് ഉറപ്പായിട്ടും കിടിലനായിട്ടായിരിക്കും അവതരിപ്പിക്കുന്നത്. അപ്പൊ ഹീറോയെ പോലെ പവർഫുൾ ആയിട്ടുള്ള വില്ലന്മാരെ ക്രിയേറ്റ് ചെയ്യാനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും ഫിലിമിങ്ങും ഒക്കെ പഠിക്കാനും വേണ്ടി യെസ് എന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ ഇൻബോക്സിലേക്ക് അയച്ചു തരാം. അപ്പോൾ ഇതേപോലെ കിടിലം ഫിലിം ട്രിക്കിന് വേണ്ടിയിട്ട് ഫോളോ ഫോർ മോർ.